വിമുക്ത ഭടന്മാർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിനായി രൂപീകരിച്ച ECHS പദ്ധതി സുതാര്യമാക്കണമെന്നും ചികിത്സ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് വോയിസ് ഓഫ് എക്സ് സർവീസ്മെൻ. ഡിസംബർ 9-ന് കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ECHS ഓർഡർ ആണല്ലോ കാർഡ് ഉണ്ട് എന്ന അടിസ്ഥാനത്തിൽ എംപാനൽ ആശുപത്രികളെ സമീപിക്കുന്നു. എന്നാൽ ആ എംപാനൽ ആശുപത്രികൾ ഇവിടെ ബെഡില്ല, ICU ഇല്ല, ഡോക്ടർ ഇല്ല എന്ന കാരണത്താൽ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറയും. കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ കരാറിൽ ഒപ്പുവെച്ച ശേഷം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എംപാനൽഡ് ആശുപത്രികൾക്കെതിരെ നടപടിയെടുക്കുക, സൈനിക ക്ഷേമ ഓഫീസുകളിലെ നിയമനങ്ങൾ സുതാര്യമാക്കുക, സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വോയിസ് ഓഫ് എക്സ് സർവീസ്മെന്റെ നേതൃത്വത്തിൽ ഡിസംബർ 9-ന് കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത്. കോഴിക്കോട് സരോവരം ബയോ പാർക്ക് കവാടത്തിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് കളക്ടറേറ്റ് പരിസരത്ത് സമാപിക്കും. അപ്പോൾ ഗവൺമെന്റ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനടുത്ത് നടപടിയെടുക്കണം. എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷം ആ ഉടമ്പടി നിങ്ങൾ എങ്ങനെ ലംഘിക്കുന്നു? അവർക്ക് എന്തുകൊണ്ട് ചികിത്സ കിട്ടുന്നില്ല? അത് പരിശോധിച്ചിട്ട് നടപടിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റ് റേറ്റീസ് അത് വർദ്ധിപ്പിക്കണം. ഇപ്പോഴുള്ള റേറ്റീസ് വളരെ കുറവാണെന്ന് എംപാനൽ ആശുപത്രിക്കാർ പറയുന്നു. അതുകൊണ്ടാണ് ഈ ചികിത്സ നിഷേധിക്കുന്നത്. മാർച്ചിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ ജസ്റ്റിസ് ശാന്തകുമാരി അമ്മ നിർവഹിക്കുമെന്നും വോയിസ് ഓഫ് എക്സ് സർവീസ്മെൻ പ്രസിഡന്റ് വിശ്വനാഥൻ A, സെക്രട്ടറി ഗിരീഷ് P, ട്രഷറർ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.